നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ദേശീയപാത കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെ കൊടകര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ ബസ് യാത്രക്കാരായ 15ഓളം യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രണ്ടുകൈ വീരഞ്ചിറ വനത്തിൽ നിന്നും ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ച 120 ലിറ്റർ വാഷ് കണ്ടെടുത്തു. വനത്തിൽ അനധികൃതമായി പ്രവേശിച്ചതിന് ഫോറസ്റ്റും വാഷ് സൂക്ഷിച്ചതിന് എക്സൈസും പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയപാത കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 കൊടകര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ് ലോറിയുടെ പുറകിലിടിച്ചത്. ബസ് യാത്രക്കാരായ 15ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റ യാത്രക്കാരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊടകര പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി. അപകടത്തിൽപ്പെട്ട ലോറി നിർത്താതെ പോയി. രണ്ടുകൈ വീരഞ്ചിറ വനത്തിൽ നിന്നും ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ച 120 ലിറ്റർ വാഷ് കണ്ടെടുത്തു. പരിയാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോബിൻ ജോസഫ്, ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത റെയ്ഡിലാണ് വാഷ് കണ്ടെടുത്തത്. വനത്തിൽ അനധികൃതമായി പ്രവേശിച്ചതിന് ഫോറസ്റ്റും വാഷ് സൂക്ഷിച്ചതിന് എക്സൈസും പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും മുൻപും ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട പരിസരവാസികൾ തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TA ഷെഫീഖ്, PP ഷാജി, ജേസൺ ജോസ്, എക്സൈസ് ഡ്രൈവർ മുഹമ്മദ് ഷാൻ, കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രശാന്ത്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രഭാകരൻ, ജിഷോർ ജെയ്നി, വിജയകുമാർ, ഫോറസ്റ്റ് വാച്ചർ ദിവാകരൻ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹോം ഫോർ ഹോംലെസ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. വലിയ പറമ്പിൽ കൂട്ടുങ്ങൽ കരുണാകരന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ലയൺസ് കേരള മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ലയൺ ജെയിംസ് വളപ്പില ശിലാസ്ഥാപനം നിർവഹിച്ചു. 3 കാര്യങ്ങളാണ് മനുഷ്യന് ആവശ്യം. ഒന്ന് വസ്ത്രം, ഒന്ന് വീട്, ഒന്ന് ഭക്ഷണം. ഇത് 3 നൽകുന്ന കാര്യത്തിൽ ഇതിന് ആർക്കൊക്കെ ഇത് ആവശ്യമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ്ബ്. കഴിഞ്ഞ വർഷം നമുക്ക് 42 വീടുകളാണ് കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചത്. ഈ വർഷം അത് 80 വീടിനുള്ള പ്രൊവിഷൻ നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുണ്ട്. 50 വീട് കേരളത്തിലെ മൾട്ടിപ്പിളിൻ്റെ ഭാഗത്തുനിന്നും 30 വീട് നന്ദകുമാറിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അതിൽ 50 വീടിൻ്റെ കാര്യം സാങ്ഷൻ ആയിട്ടുണ്ട്. 30ാമത്തെ വീടിൻ്റെ സാങ്ഷൻ ആകാൻ പോകുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ AR രാമകൃഷ്ണൻ, മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമ്പിളി സജീവ്, ജോളി വടക്കൻ, സാലി പീറ്റർ എന്നിവർ പ്രസംഗിച്ചു. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക പുരസ്കാരം. 13 ഹൈസ്കൂളുകൾ പങ്കെടുത്ത കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ 11 സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും A ഗ്രേഡും ഉപജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനവും നേടിയ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാമധേയത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് കൗതുകകരമായി. നേട്ടം കൈവരിച്ചതിന്റെ ഭാഗമായി സ്കൂളിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് PA സീതി മുഖ്യാതിഥിയായിരുന്നു. എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി, പ്രധാന അധ്യാപിക KA റുബീന, PTA വൈസ് പ്രസിഡന്റ് PA മാനാഫ്, AM കമറുദ്ദീൻ, സജിത്ത് സഖീർ, ജാസ്മിൻ സൈഫുദ്ദീൻ, തൻസിയ, ഫസൽ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈയെടുത്ത് നടത്തുന്നതും അതിനുവേണ്ടി തന്നെയാണ്. അവരർത്ഥത്തിൽ അതിനെ കണ്ടുകൊണ്ട് നമ്മളിലുള്ള കഴിവുകളെല്ലാം തന്നെ പരിപോഷിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 32 A ഗ്രേഡാണ് നമ്മുടെ സ്കൂളിൽ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിൽ സെക്ഷൻ സ്ഥാനം 13 ഉപജില്ലയിലെ 13 ഹൈസ്കൂളുകളെ പിന്തള്ളിക്കൊണ്ടാണ് 2ാം സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ളത് നാം അഭിമാനപൂർവ്വം ഓർക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ ഉപജില്ലയിലെ മികവ് പുലർത്തുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒട്ടേറെ ഹൈസ്കൂളുകളെല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ടാണ് ഈ തീരദേശ മേഖലയിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന തീരദേശ മേഖലയിലെ ഈ ഹൈസ്കൂളാണ് നേട്ടം കൈവരിച്ചതെന്ന് കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാള റോട്ടറി ക്ലബ്ബിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ GN രമേശ് സന്ദർശനം നടത്തി.
ക്ലബ്ബ് പ്രസിഡന്റ് അലോഷ്യസ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. അലോഷ്യസ് സ്റ്റീഫൻ CC, ബാബു തോമസ് ചെല്ലക്കുടം, ഡേവിസ് കോനുപറമ്പിൽ, തമ്പി വർഗീസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗോൾഡ് മെഡൽ നേടിയ സോണിയ ജോസഫ്, വൈഗ ശിവകുമാർ എന്നിവരെ ആദരിച്ചു. I often wonder how a small club in one of the rural areas in our district could do so many things, so many projects. And I think when I sat through the club assembly this afternoon, I realized that you need not be a big club to do big things. You need not be a big club to do big projects. All that you need to have is a heart in its right place and the mind in the right place, which each member of Rotary Club of Mala has. Congratulations, Rotary Club of Mala, for this wonderful session. The project visits were so very inspiring, so emotional, so sentimental. Going to the Sevnagari, Sehnile, and having lunch there, cutting a cake there, providing them with vegetables, planting a sapling, and then visiting the house under construction for a visually challenged beneficiary. All these actually made up our day for during the government's visit. ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ വാർഷിക പൊതുയോഗം നടത്തി. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് TK ഗംഗാധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ കേരളത്തിൽ എല്ലാവരും തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഈ ആൽഫ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മരണാസന്നരായി കിടക്കുന്ന രോഗികൾ, ഒരുപാട് പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകളെ ചേർത്ത് പിടിക്കണം. മരണം നമുക്ക് സുനിശ്ചിതമാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരണപ്പെടും. എല്ലാവർക്കും നല്ല മരണങ്ങൾ തരട്ടെ. ആ മരണങ്ങളിൽ തന്നെ വേദനയില്ലാതെ പ്രയാസപ്പെടാതെ മരിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതാണ് ഈ ആൽഫ പാലിയേറ്റീവ് കെയർ ഈ കുടുംബാംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേടുന്നതെല്ലാം എനിക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൂടി വേണ്ടിയാണ് എന്നുള്ളൊരു സന്ദേശം നെഞ്ചിലേറ്റിയാണ് എൻ്റെ യാത്ര. ഈ യാത്രയിൽ അഹങ്കാരമില്ലാതെ മറ്റുള്ള ചുറ്റുമുള്ള മനുഷ്യരെ കാണാതെ പോകാൻ എന്നെ ഇടവരുത്തരുത്. ആദരവും ആശംസകളൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിയാന്ന് എറണാകുളത്തൊരു ഓൾ കേരള രീതിയിൽ തന്നെ ഒരു അഭിനന്ദനവും ആദരവും. ഈ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുആ കൂടി ചെയ്യണം. പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിച്ചു. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന അവാർഡ് ജേതാവ് TK ഗംഗാധരനെ ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ ഷാൾ അണിയിച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് PK റഹീം, ഹെഡ് നഴ്സ് ലിൻസ, ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഹംസ കൊണ്ടമ്പിള്ളി, എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെ കൊടകര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ ബസ് യാത്രക്കാരായ 15ഓളം യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രണ്ടുകൈ വീരഞ്ചിറ വനത്തിൽ നിന്നും ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ച 120 ലിറ്റർ വാഷ് കണ്ടെടുത്തു. വനത്തിൽ അനധികൃതമായി പ്രവേശിച്ചതിന് ഫോറസ്റ്റും വാഷ് സൂക്ഷിച്ചതിന് എക്സൈസും പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.